ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. ബിരിയാണി എന്ന് പറഞ്ഞാൽ മലയാളിക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യമാണ്. ബിരിയാണിയുടെ ഉത്ഭവം കേരളമാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അല്ല. പക്ഷേ എന്നാലും നമ്മളുടെ ഒരു തനതായ വിഭവമായി മാറിക്കഴിഞ്ഞു ബിരിയാണി. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ സഞ്ചരിക്കുന്നു. വ്യത്യസ്തമായ പലതരം ബിരിയാണികൾ സ്വാദ് നോക്കാൻ സാധിക്കും. ഒരു പക്ഷേ ട്രിവാൻഡ്രത്ത് കിട്ടുന്ന ബിരിയാണി ആയിരിക്കില്ല തലശ്ശേരിയിൽ കിട്ടുന്നത്. രണ്ടാമത് പറയാനാണെങ്കിൽ അതിൽ ചേർക്കുന്ന മറ്റു ചേരുവകൾ, ഇപ്പോൾ ഇറച്ചിയാകാം, മീനാകാം, പിന്നെന്താ പ്രോൺസ് ആകാം, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ആട്ടിറച്ചി, മാട്ടിറച്ചി, ബീഫ് ബിരിയാണി ഉണ്ട്, പിന്നെന്താ ചിക്കൻ, ഇങ്ങനെ മാറി മാറി വരുന്ന പലതരം ഫുഡ് പ്രധാന കാര്യം. പിന്നെ വെജിറ്റേറിയൻ സ്റ്റൈലിൽ ധാരാളം മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാം, നമുക്ക് സോയാബീൻ്റെ ബിരിയാണി ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും കടല ബിരിയാണി ഉണ്ടാക്കാം, ചെറുപയർ ബിരിയാണി, ഇതെല്ലാം മാജിക് അവനിലൂടെ നമ്മൾ പരീക്ഷിച്ചതാണ്. അപ്പോൾ ബിരിയാണി എന്ന് പറയുന്നത് തന്നെ ഒരു വെറൈറ്റിയായിട്ടുള്ളൊരു കാര്യമാണ്. വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും ആമുഖം പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാജിക് അവനിലൂടെ ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. കാര്യം പലതരം ബിരിയാണികൾ നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ മീൻ കൊണ്ടുള്ള ബിരിയാണി ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ മീൻ ബിരിയാണി, കാര്യം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും മീൻ കൊണ്ടുള്ള ബിരിയാണി വേണം എന്നുള്ളൊരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ മീൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. വളരെ സ്വാദുള്ള രീതിയിൽ നമുക്ക് മീൻ ബിരിയാണി തയ്യാറാക്കാം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നെയ്മീൻ അഥവാ ഐക്കോറ 1 കിലോ, വലിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത്. ബിരിയാണി അരി 3 കപ്പ്, നെയ്യ് 1/4 കപ്പ്, എണ്ണ 1/2 കപ്പ്, സവാള അരിഞ്ഞത് 4 വലുത്, ഇഞ്ചി അരച്ചത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 1.5 ടേബിൾ സ്പൂൺ, പച്ചമുളക് 8 എണ്ണം അരച്ചത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 3/4 ടീസ്പൂൺ, പട്ട 2, ഗ്രാമ്പു 4, ഏലക്ക 4, സാജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, അധികം പുളിയില്ലാത്ത തൈര് 1/2 കപ്പ്, കശകശ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്തത്, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം വെള്ളത്തിൽ കുതിർത്തത്, സവാള വറുത്ത് പൊടിച്ചെടുത്തത് 1/4 കപ്പ്, മല്ലിയില അരിഞ്ഞത് 1/2 കപ്പ്, പുതിനയില അരിഞ്ഞത് 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട ചേരുവകൾ: മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി അരച്ചത് 1/2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 1/2 ടേബിൾ സ്പൂൺ, നാരങ്ങാനീര് 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഫിഷ് സ്റ്റോക്കിന് വേണ്ട ചേരുവകൾ: മീനിൻ്റെ മുള്ളും അതിൻ്റെ മറ്റു ഭാഗങ്ങളും കഷ്ണങ്ങളാക്കിയത് 1 കപ്പ്, വെള്ളം ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, സവാള 1 കഷ്ണങ്ങളാക്കിയത്. അലങ്കരിക്കാനായി അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, കിസ്മിസ് 50 ഗ്രാം. അപ്പോൾ നമ്മളുടെ മീൻ ബിരിയാണി തയ്യാറാക്കാം. ഇവിടെ കാര്യങ്ങളെല്ലാം റെഡിയാണ്. മീനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് അയക്കോറ അല്ലെങ്കിൽ നെയ്മീൻ. അപ്പോൾ നല്ല ദശക്കട്ടിയുള്ള പൊടിഞ്ഞു പോകാത്ത ഏത് തരം മീനിലും നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ ഈ നമ്മൾ നെത്തോലി കൊണ്ട് പിന്നെ എന്താ പറയുക, മീൻ ചോറ് തയ്യാറാക്കിയിട്ടുണ്ട്, ചെറിയ കൊഴുവ മീൻ കൊണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നെയ്മീൻ ഇപ്പോൾ നല്ല വിലയാണ്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് അത് വലിയ നഷ്ടമാണ്. എന്നാലും നമുക്കൊന്ന് പരീക്ഷിക്കട്ടെ. ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ കുറച്ചേറെ വെള്ളം. ആദ്യം നമ്മൾക്ക് കുറച്ച് സ്റ്റോക്ക് തയ്യാറാക്കാം. കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ തന്നെ ആകട്ടെ നമ്മളുടെ ഫിഷ് ബിരിയാണി. അപ്പോൾ ഈ ഫിഷ് ബിരിയാണിക്ക് കുറച്ച് ഫിഷിൻ്റെ ഒരു ഫ്ലേവർ, അതായത് മീനിൻ്റെ ഒരു മണവും രുചിയും കൂടുതൽ കിട്ടാനായിട്ട് ഒരു സ്റ്റോക്കിൽ തയ്യാറാക്കാൻ നല്ലതായിരിക്കും. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ സത്ത് വരുന്ന വെള്ളം. അപ്പോൾ കുറച്ചേറെ വെള്ളത്തിലേക്ക് കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ എന്തായാലും അയക്കോറ അല്ലെങ്കിൽ നെയ്മീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു പീസ് എടുത്താൽ നല്ല ദശക്കട്ടിയുള്ള ഭാഗങ്ങളെല്ലാം കുറച്ച് ഒന്നുകിൽ നമുക്ക് വറുക്കാനായിട്ട് മുറിക്കുന്ന പോലെ സ്ലൈസസ് ആയിട്ട് മുറിക്കാം, അങ്ങനെ. അതല്ലെങ്കിൽ വലിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെ മുറിച്ചെടുത്താലും കുറച്ച് ഭാഗങ്ങൾ, വയറിൻ്റെ ഭാഗം, കയ്പില്ലാത്ത ഭാഗം നോക്കിയെടുക്കുക, വളരെ നന്നായിട്ട് വൃത്തിയാക്കണം. നടുക്കുള്ള മുള്ളിൻ്റെ ഭാഗം, പിന്നെന്താ പറയുക, കുറച്ച് തൊലിയൊക്കെ ആകാം, പക്ഷേ ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. തലയുടെ കുറച്ച് ഭാഗങ്ങൾ അതെല്ലാം എടുത്തിട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടുക. ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയതാണ്. നമ്മൾ ആ തൊലിയെല്ലാം മാറ്റിയിട്ടാണ് ഇങ്ങനെ അതിൻ്റെ ആ പീസ് ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ എടുത്തത്. അപ്പോൾ കുറച്ച് കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊന്നും ഒരു പീസാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ആ ഭാഗവും അതിൻ്റെ തൊലിയും കൂടി ചേർന്ന് വരുന്ന ഇങ്ങനത്തെ പീസസൊക്കെ ഉണ്ടല്ലോ, വൃത്തിയായി കഴുകി നന്നായിട്ട് എടുക്കണം. ഇതാണ് നമ്മുടെ സ്റ്റോക്കിന് ആവശ്യമുള്ള മീനിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ചാക്കുന്നു. ഇനി അതിലേക്ക് ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, സവാളയും കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവറായിരിക്കും. ഒരു ചെറിയ സവാള കുറച്ച് വലിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത് അതിനകത്തേക്ക് ഇടാം. എന്നിട്ട് ഇനി നമുക്ക് കുറച്ച് മസാലയുടെ കാര്യങ്ങൾ കൂടി ചേർക്കാം. അതായത് പട്ട ഒരു 2 കഷ്ണം പട്ട മുറിച്ചിടാം. പിന്നെ ഒരു 4-5 ഏലക്ക മുഴുവനെ ഇടുന്നു. അതുപോലെ തന്നെ 4-5 ഗ്രാമ്പു എല്ലാം കിടക്കട്ടെ.
ഇതെല്ലാം കൂടി കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് അല്പസമയം ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച് നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി ഒരു മീനിൻ്റെയൊക്കെ ഒരു ചെറിയ മണം വന്നു തുടങ്ങും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സ്റ്റോക്കിൻ്റെ കാര്യം അങ്ങനെ. പിന്നെ ഈ സ്റ്റോക്ക് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്തു വയ്ക്കാം. അതായത് നമ്മളുടെ മീനിൻ്റെ കഷ്ണങ്ങളിൽ കുറച്ച് മസാലയെല്ലാം പറ്റി അത് പിടിക്കാനായിട്ട് വയ്ക്കണം. അതിനാണ് മാരിനേഷൻ എന്ന് പറയുന്നത്. മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളുടെ സ്റ്റോക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി കഴിഞ്ഞു. എന്നിട്ട് നമുക്കിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ കുറച്ച് ആദ്യം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. കണ്ടല്ലോ, നമ്മളുടെ 1 കിലോ മീൻ ഇങ്ങനെ വലിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സ്ലൈസസ് ആയിട്ട് കുറച്ച് കട്ടിയിലുള്ള വറുക്കാൻ മുറിക്കുന്ന മാതിരി പീസായിട്ട് വേണമെങ്കിലും മുറിക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു അല്പം, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെന്താ പറയുന്നത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. തരിതരിപ്പായിട്ട് പൊടിച്ചാൽ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഇഞ്ചി അരച്ചത് അര ടേബിൾ സ്പൂൺ. വെളുത്തുള്ളി അരച്ചത് 1/2 ടേബിൾ സ്പൂൺ. ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ വലിയ സ്പൂണിൻ്റെ അളവാണ്. അത് 1/2 ടേബിൾ സ്പൂൺ. ഇനി ഒരൽപ്പം ഉപ്പ്. ഈ മീനിന് ആവശ്യമുള്ള പിടിക്കാൻ ആവശ്യം. അതൊരു 1 കിലോ മീനുണ്ട്, അത് കണക്കാക്കിയിട്ട് ഉപ്പ്. പിന്നെ വേണ്ടത് നാരങ്ങാനീര്, ഒരു 2 ടീസ്പൂണോളം നാരങ്ങാനീര്. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മീനിൽ എന്തായാലും കുറച്ച് ഈർപ്പമൊക്കെ ഉണ്ടാവും. മീനിലെ ഈർപ്പം കൊണ്ട് തന്നെ ഇത് കുറച്ച് ലൂസാകും. ഫിഷിൻ്റെ പീസസ് മീനിൻ്റെ കഷ്ണങ്ങളിലേക്ക് തേച്ച് വയ്ക്കും. എല്ലാ കഷ്ണത്തിലും ഈ മസാല ഇത് ധാരാളം മതിയാകും. എല്ലാത്തിനും കൂടി ചേർത്തിട്ട് എല്ലാ പീസിനും ധാരാളം. കഷ്ണങ്ങളെല്ലാം മസാല നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞു. ഇനി ഇത് അല്പ സമയം മാറ്റി വയ്ക്കാം. 1/2 മണിക്കൂറോളം മാറിയിരിക്കും എന്തായാലും. കാര്യം എന്തായാലും നമ്മുടെ സ്റ്റോക്ക് റെഡിയാകണം. അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്റ്റോക്കും റെഡിയാക്കി മാറ്റി കഴിഞ്ഞിട്ട് ആ സ്റ്റോക്കിലാണ് നമ്മൾ അരി വേവിക്കുന്നത്. അത് ഒരു സൈഡിൽ നടക്കും. ആ സമയത്ത് അതും എന്താ പറയുക, അരി നമ്മൾ ഊറ്റി എടുത്ത് കഴിഞ്ഞിട്ട് വറുത്ത് തുടങ്ങിയാൽ മതിയാകും നമ്മളുടെ മീൻ. അതുവരെ ഇത് മസാലയിൽ പൊതിഞ്ഞ് മസാല പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് സമയം കഴിഞ്ഞു. നമ്മളുടെ ഫിഷ് സ്റ്റോക്ക് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ സ്റ്റോക്ക് ഒന്ന് അരിച്ച് മാറ്റും. നല്ലൊരു ഫിഷ് സ്റ്റോക്കിൻ്റെ മണം വരുന്നത്. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ സ്റ്റോക്ക് നമ്മളിങ്ങനെ അരിച്ച് മാറ്റിയിട്ട്, അപ്പോൾ ആ പട്ട, ഗ്രാമ്പു, ഏലക്ക, സവാള, മീനിൻ്റെ പീസസ്, മുള്ളിൻ്റെ പീസസ് എല്ലാം അതിനകത്ത് നമ്മളിങ്ങനെ അരിച്ച് മാറ്റുകയാണ്. എന്നിട്ട് അതേ സ്റ്റോക്ക് തന്നെ അതിൻ്റെ കഷ്ണങ്ങളെല്ലാം മാറ്റിയിട്ട് വീണ്ടും പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിക്കും. ഇങ്ങനെ അരിച്ചു മാറ്റിയ സ്റ്റോക്ക് നമ്മൾ വീണ്ടും ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ആ സ്റ്റോക്ക് തിരിച്ച് നമ്മൾ പാത്രത്തിലാക്കി വീണ്ടും തിളയ്ക്കാനായിട്ട് വെച്ചു. ഇനി ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റോക്കിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ്, ഇത് 3/4 കിലോയോ ആകാം, 1 കിലോയോ ആകാം. ഇതിപ്പോൾ ഏകദേശം ഞാനൊരു 3 കപ്പോളമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ എന്തായാലും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ അരി അതിനകത്തേക്കിട്ട് വേവിച്ച് ഊറ്റുകയാണ്, അല്ലാണ്ട് വറ്റിച്ചെടുക്കുകയല്ല. അതുകൊണ്ട് ഇപ്പോൾ ക്വാണ്ടിറ്റി എത്രയായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ 1 കിലോ വരെ നമുക്ക് വേവിച്ചെടുക്കാം വേണമെങ്കിൽ. ഇതിപ്പോൾ ഞാൻ 3 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ വെള്ളത്തിൽ കിടന്ന് വേകട്ടെ. നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഏകദേശം ഒരു എന്താ പറയുക, ഒരു 10% വേഗിൻ്റെ ഒരു കുറവ് മാത്രം മതി. കാര്യം ദമ്മിടുമ്പോൾ ഒന്നുകൂടി ഒന്ന് വേകും. ആ ഒരു വേഗ് മാത്രം ബാക്കി വെച്ചിട്ട് ഏകദേശം നന്നായിട്ട് വേഗുന്ന വരെ വേവിക്കുക. എന്നിട്ട് ഈ വെള്ളത്തിൽ നിന്നും ഊറ്റി, ഈ സ്റ്റോക്കിൽ നിന്ന് ഊറ്റി മാറ്റണം. അപ്പോൾ ഒരു പകുതി വേഗമാകുമ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇതൊന്ന് പാകത്തിന് വേകട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോക്കിൽ നിന്ന് ഊറ്റി മാറ്റും. ഇടയ്ക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഊറ്റി മാറ്റും. അപ്പോൾ നമ്മളുടെ അരി സ്റ്റോക്കിൽ കിടന്ന് വേകാൻ തുടങ്ങി, ബിരിയാണി അരി. ഇനി ഈ സമയം കൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റൊക്കെ കഴിഞ്ഞില്ലേ, നമ്മുടെ മീൻ മസാലയിൽ പൊതിഞ്ഞിരിക്കുകയാണ്. കുറച്ച് എണ്ണ ചൂടാക്കി അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഒരൽപ്പം എണ്ണ ഒഴിച്ചിട്ട്, ഷാലോ ഫ്രൈ തന്നെയാണ് വറുക്കാൻ ആവശ്യമായ എണ്ണ, ഏകദേശം ഒരു 1/2 കപ്പോളം എണ്ണ. ഈ എണ്ണ നമുക്ക് പിന്നെ ബിരിയാണിയുടെ ബാക്കി പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഉപയോഗപ്പെടും.
മീൻ വറുത്ത എണ്ണ നമ്മൾ കളയുന്നില്ല. അതുകൊണ്ടൊരു 1/2 കപ്പ് വരെ മാക്സിമം, ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നമുക്ക് ഉപയോഗപ്പെടും. അതുകൊണ്ട് ആ എണ്ണയിൽ നമ്മൾ വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ 1 കിലോ മീനാണ് മസാല പൊടിഞ്ഞിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാകട്ടെ. എണ്ണ ചൂടായി തുടങ്ങി. മസാലയിൽ പൊടിഞ്ഞിരിക്കുന്ന മീനിൻ്റെ പീസസ്. പിന്നെ നാരങ്ങാ നീരൊക്കെ ചേർത്തിട്ടല്ലേ ഈ മാരിനേഷൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാരങ്ങാ നീര് നമ്മൾ ചേർക്കുന്നത് ഈ ബാക്കി കാര്യങ്ങൾ എന്താ പറയുക, ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മീനിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ സഹായിക്കും. കുറച്ച് വലിയ പീസസാണ്, കണ്ടില്ലേ? അപ്പോൾ ഒരാൾക്ക് നമുക്ക് 2 പീസ് കൊടുത്താൽ ധാരാളം മതിയാകുന്നു തോന്നും. 2 അല്ലെങ്കിൽ 3 പീസ്. അപ്പോൾ 1 കിലോ റൈസിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊരു 6 പേർക്കല്ല, ചിലപ്പോൾ ഒരു പക്ഷേ കൂടുതൽ പേർക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മൾ എക്സ്ട്രാ സ്ഥലം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഡീഷൻ അങ്ങനെ എല്ലാ പീസിനെയും ഞാൻ ഇവിടെ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒറ്റ ട്രിപ്പിൽ തന്നെ നമ്മൾ വറുക്കാൻ പോവാം. ഇനി ഒരു സൈഡ് പാകത്തിന് മൂത്ത് കഴിയുമ്പോൾ തിരിച്ചും മറിച്ച് വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ. അപ്പോൾ മീനിൻ്റെ പീസസ് ഒരു സൈഡ് പാകത്തിന് മൂത്തു, ഞാൻ തിരിച്ചിട്ടു. ഇപ്പോൾ ഇനി ഈ സൈഡും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി എടുക്കാൻ സമയമാകുന്നു. ഈ സമയം കൊണ്ട് നമ്മളുടെ ചോറും പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നു. ബസ്മതി റൈസ് അത് ഞാൻ വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ സമയത്തിനുള്ളിൽ നടന്നു കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി നമ്മൾ ഈ മീനിൻ്റെ കഷ്ണങ്ങൾ എണ്ണയിൽ നിന്ന് മാറ്റാൻ പോവാണ്. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് ഒപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ ഫിഷ് ബിരിയാണിക്ക് വേണ്ട മീനിൻ്റെ പീസസ് എല്ലാം റെഡിയാക്കി. ഫിഷിൻ്റെ പീസസ്, മീനിൻ്റെ കഷ്ണങ്ങൾ ഫില്ലെ പോലെ, അതായത് ഇങ്ങനെ പരന്ന പീസസ് ആയിട്ട് ഫില്ലറ്റ്, ആ ഒരു സ്റ്റൈലിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക. അത് മീനിൻ്റെ പീസ് ഏത് രീതിയിൽ മുറിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും തീരുമാനമാണ്. നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാം. അതിൻ്റെ കുറച്ച് പൊടിയുണ്ട്, കുറച്ച് നമുക്ക് മാറ്റാം. മീനിൽ പുരട്ടിയിരുന്ന ആ മസാലയുടെ പൊടി കുറച്ച്, ഒരുപാടൊന്നും ഇങ്ങനെ എണ്ണയിലായിട്ടില്ല, മീനിൽ തന്നെ പൊതിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ എണ്ണയിൽ തന്നെ ബാക്കി മസാല ഓരോന്നോരോന്നായിട്ട് ചേർത്ത് ഒരു ഗ്രേവി തയ്യാറാക്കാൻ പോകുന്നത്. ഇതാണ് ബിരിയാണിക്ക് ആവശ്യമായ മസാല ഗ്രേവി. അപ്പോൾ മീൻ വറുത്ത അതേ എണ്ണയിലേക്ക് നമ്മൾ സവാള, ഒരു 4 സവാള ഹാഫ് സ്ലൈസസ് നീളത്തിന് അരിഞ്ഞിട്ട് 2ആയിട്ട് ഒടിച്ചത്. ഇനി ഈ എണ്ണയുടെ ഒപ്പം തന്നെ ഒരല്പം നെയ്യും കൂടി നമുക്ക് ചേർക്കാം. ഒരല്പം നെയ്യ്, നമ്മളൊരു 1/4 കപ്പ് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ. അപ്പോൾ എണ്ണയും നെയ്യും കൂടി ചേർന്നൊരു കോമ്പിനേഷൻ സ്മെൽ, ഒരു ചെറിയ നെയ്യുടെ മണമൊക്കെ വരും. എന്തായാലും സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ നിറം മാറി കിട്ടും. അപ്പോൾ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. അതായത് ഇഞ്ചി അരച്ചത് 1.5 ടേബിൾ സ്പൂൺ, പിന്നെ വെളുത്തുള്ളി അരച്ചതും 1.5 ടേബിൾ സ്പൂൺ, അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മണമാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്കൊരു കാര്യം കൂടി ചേർക്കാം. ഒരു 8 പച്ചമുളക്, 6 മുതൽ 8 പച്ചമുളക് വരെ അരച്ച് വെച്ച് നമുക്ക് ചേർക്കാം. ഏകദേശം അത് ഒരു 2 ടേബിൾ സ്പൂണോളം, 2-2.5 ടേബിൾ സ്പൂൺ വരും. പച്ചമുളകിൻ്റെയും പച്ചച്ചുവ മാറും. ഒരു വ്യത്യസ്തമായ മണം.
ഇതിനോടൊപ്പം നമുക്ക് ഒരു കാര്യം കൂടി ചേർക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി എല്ലാം മൂത്ത പാകത്തിന് മൂത്ത മണം, നല്ലൊരു മണമൊക്കെ. ഇനി എന്താണ് വേണ്ടത്? ഇനി വേണ്ടത് കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. ഈ മീൻ വറുത്ത എണ്ണയിൽ ഇച്ചിരി മുളകിൻ്റെ അംശമൊക്കെ ഉണ്ട്, കാര്യം കുറച്ചൊക്കെ അതിന് പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഒരു ചെറിയൊരു റെഡിഷ് കളർ ആദ്യമേ കിട്ടിയത്. അത് പോരാ, നമുക്കൊരു പിന്നെ 8 പച്ചമുളക് അരച്ച് ചേർത്തിട്ടുണ്ട്. എന്നാലും ഒരു 2 ടീസ്പൂൺ, ഒരുപാടൊന്നും വേണ്ട, 2 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഈ ചൂടായി കിടക്കുന്ന ചേരുവകളാണ്, നെയ്യാണെങ്കിൽ നെയ്യും എണ്ണ കോമ്പിനേഷനില്ല. അതുകൊണ്ട് തന്നെ മുളക് പൊടി ഇടുമ്പോൾ തന്നെ അത് ആ പച്ചച്ചുവയൊക്കെ മാറും. മുളക് പൊടിയുടെ പച്ചച്ചുവയെ മാറിക്കഴിഞ്ഞു. സെക്കൻഡ്സ് അത്രയും മതി, മിനിറ്റ് പോലും ആവശ്യമില്ല. ഇനി എന്താ വേണ്ടത്? ഇനി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇനി പ്രധാനമായിട്ടുള്ളത് മല്ലിയില, പുതിനയില. ഒരല്പം പുതിനയിലയാണ്, 1/2 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിനയില എടുത്ത് വയ്ക്കുക. എന്നിട്ട് കുറേശ്ശെ ചേർക്കാം. കുറച്ച് മല്ലിയിലയും ചേർത്ത് കുറച്ച് പുതിനയിലും. ഇനിയാണ് ശരിക്കും ബിരിയാണിയുടെ മണം വന്ന് തുടങ്ങാൻ പോകുന്നത്. ഇത് വ്യത്യസ്തമായ മറ്റൊരു മണമായി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഇനി അധികം പുളിയില്ലാത്ത തൈര് 1/2 കപ്പോളം എടുത്ത് വയ്ക്കുക. നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച തൈര്. ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 5 വലിയ സ്പൂൺ തൈര്. അപ്പോൾ ഇപ്പോൾ തൈര് ചേർത്തു. തൈരിൻ്റെ കൂടെ ചേർന്നിട്ട് ഗ്രേവി ഇങ്ങനെ തൈര് വറ്റി എണ്ണ തെളിയുന്ന ഒരു പാകമായി. ഇനി ഇതിലേക്ക് നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ചേർക്കണം, അതായത് സവാള വറുത്ത് പൊടിച്ചത്. ഇത് ഡീപ് ഫ്രൈ ചെയ്താണ്. 2 സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞ് എണ്ണയിൽ നമ്മൾ പപ്പടം കാച്ചുന്ന പോലെ വറുത്ത് കോരിയെടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട്, എന്നിട്ട് മിക്സി ഉപയോഗിച്ച് പൊടിച്ചെടുക്കും. ഇത് ഏകദേശം ഒരു 1/4 കപ്പിൽ കൂടുതൽ വരും. 2 വലിയ സവാള എടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ബിരിയാണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവ. നല്ലൊരു രുചിയുമാണ് ഉള്ളത്തിൽ. അപ്പോൾ തൈര് വറ്റി എണ്ണ തെളിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവാള പൗഡർ വറുത്ത് പൊടിച്ചെടുത്ത് ചേർക്കാം. ഇനി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കും. നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ഒരല്പം ഉപ്പ് ചേർക്കുന്നു, എന്നാലും ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച്. അപ്പോൾ ഈ തൈരെല്ലാം ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് വറ്റി എണ്ണ തെളിയുന്ന ഒരു പാൽ. ഇനി എന്താ വേണ്ടത്? ഇനി കുറച്ചുകൂടി ഒരു മണം വരണം. അതിന് വേണ്ട കാര്യങ്ങൾ ഗരം മസാല, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ഇതെല്ലാം കൂടി ചേർത്ത് ചെറുതായി ഒന്ന് വറുത്ത് പൊടിച്ചതാണ്. ഇതൊരു 3/4 ടീസ്പൂൺ വരെ ചേർക്കും. 3/4 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത് ഹോം മെയ്ഡാണ്, നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ച് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അളവാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിലേക്ക് ഒരു അഡീഷണലായിട്ട് ഒരു എക്സ്ട്രാ മണവും കൂടി വേണം ഇത് ഈ ബിരിയാണിക്ക്, അതായത് സാജീരകം. സാജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കുറച്ച് നിറം കുറഞ്ഞ ജീരകമാണ്. അതൊരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച്, അതൊന്ന് ചെറുതായി ചൂടാക്കി പൊടിച്ചത്. ഒരല്പം മധുരമുള്ള ഒരു ജീരകമാണ്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വെച്ച് നല്ല മണമാണ്. ഇനി ഒരു പ്രധാന കാര്യം അതെന്താണ്? അതായത് കശകശയും അണ്ടിപ്പരിപ്പും കൂടി അരച്ച് ഒരു 25 ഗ്രാം അണ്ടിപ്പരിപ്പ്, ഒരു 1.5 ടേബിൾ സ്പൂണോളം, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. കശകശ വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുക്കണം. പേസ്റ്റ് ഇച്ചിരി വെള്ളം ചേർത്ത് അരച്ചതാണ്, വെള്ളത്തോടു കൂടി. 25 ഗ്രാം അണ്ടിപ്പരിപ്പ് ഒരു 50 ഗ്രാം ആയാലും കുഴപ്പമില്ല, എന്നാലും ഏറ്റവും കുറഞ്ഞ ഒരു അളവാണ് ഞാൻ പറഞ്ഞത്. 25 ഗ്രാം അണ്ടിപ്പരിപ്പും ഒരു 1.5 ടേബിൾ സ്പൂണോളം കശകശ വെള്ളം, 1 ടേബിൾ സ്പൂൺ ആയാലും മതി, വെള്ളത്തിൽ കുതിർത്ത് അരച്ചത്. അപ്പോൾ നമ്മുടെ ഗ്രേവി കുറച്ചുകൂടി എന്താ പറയുക, റിച്ചായി, നല്ല കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല കുറുകി കുഴഞ്ഞ പാകമായി. ഒരല്പം പുതിന ഇലയും കൂടി ചേർക്കാം, കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. ഇങ്ങനെ പല പല സ്റ്റേജസിലായിട്ട് നമ്മളിങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഏകദേശമായി തീ ഒരല്പം കുറയ്ക്കാം. എന്നിട്ട് അപ്പോൾ നല്ല കുറുകിയ ഒരു ചാറായി കഴിഞ്ഞു. ഇതിലേക്കാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ്റെ പീസസ്. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ അരപ്പിന്നെ മീനിൽ പൊടിഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ നിന്ന് ആക്കി വയ്ക്കാം. ചുവട് കെട്ടിയുള്ളൊരു പാത്രം, അതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് നെയ്യ്, വീണ്ടും കുറച്ച് നെയ്യ് ചേർക്കാൻ പോകും. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഏറ്റവും താഴെയായിട്ട്
അപ്പോൾ ഏറ്റവും താഴെ കുറച്ച് നെയ്യ്, ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്തു. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ സ്റ്റോക്കിലാണ് വേവിച്ചത്. വേവിച്ചൂറ്റിയെടുത്ത് റൈസിൻ്റെ പകുതി, ഏകദേശം പകുതിയോളം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലായിട്ട് മീൻ അതിൻ്റെ മസാലയോട് കൂടി മനസ്സിലായില്ലേ. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, എന്നിട്ട് ബാക്കിയിരിക്കുന്ന റൈസ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് മല്ലിയിലയും പുതിനയില, എന്നിട്ട് നെയ്യ്. ആദ്യം നമ്മളൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് താഴെ ഒഴിച്ചു. അതുപോലെ തന്നെ മുകളിലായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇതിങ്ങനെ ചൂടാകുമ്പോൾ താഴേക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ ചോറിനെല്ലാം ഒരു ഈർപ്പം കിട്ടും, ഡ്രൈ ആയി പോകില്ല റൈസ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയി കഴിഞ്ഞു. നമ്മൾ പാത്രം ഒന്ന് അടച്ചിടാൻ പോവാണ്. അടച്ചിട്ട് ദമ്മിടാൻ പോവല്ലേ. ദമ്മെന്ന് പറയുമ്പോൾ ഒട്ടും തന്നെ ആവി അകത്തേക്കോ പുറത്തേക്കോ ഒന്നും പോകാൻ പാടില്ല, സീൽ ചെയ്യണം. ഇനി നമ്മൾ ഒരു ചുവട് കട്ടിയുള്ളൊരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വയ്ക്കുക, അല്ലെങ്കിൽ ദോശക്കല്ലോ തവയോ എന്താണെങ്കിലും കുഴപ്പമില്ല. കാര്യം ഡയറക്റ്റായിട്ട് നമ്മൾ ചൂട് കൊടുക്കുന്നില്ല. എന്നിട്ട് ഈ പാത്രം അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കാം. അടിഭാഗം കരിയാണ്ട് താഴേന്ന് നല്ല ചൂട് മുകളിലേക്ക് കിട്ടും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ദമ്മിലിട്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ല ചൂടായി കിടക്കുന്ന പാത്രത്തിൻ്റെ മുകളിലാണ് നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഫ്ലെയിം അല്ല, സോസ്പാൻ്റെ മുകളിലാണ് വെച്ചിരുന്നത്. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ ഞാൻ പാത്രത്തിലേക്ക് വിളമ്പി മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് അലങ്കാരമായിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്തത്. ഇനി നമുക്കൊരു റോസാപ്പൂ വയ്ക്കാം, ടൊമാറ്റോ റോസ്. വളരെ സ്വാദിഷ്ടമായ മണമുള്ള, കഴിക്കാൻ തോന്നുന്നത്, വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കഴിക്കണമെന്ന് തോന്നുന്ന ഫിഷ് ബിരിയാണി, മീൻ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. തീർച്ചയായിട്ടും പരീക്ഷിക്കാം എല്ലാവർക്കും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച ഫിഷ് ബിരിയാണി എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആണ്.